നമസ്കാരം. നമ്മുടെ എക്സാം സ്പെഷ്യൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നതാണ് റൈറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ SSLC ആവട്ടെ, CBSE ഫോളോ ചെയ്യുന്ന ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളാവട്ടെ, എല്ലാവർക്കും കോമൺലി വരുന്ന ഒരു ഡൗട്ടാണ് റൈറ്റിംഗ് സെക്ഷനിൽ മാർക്ക് സ്കോർ ചെയ്യുക, എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിപ്പം എനിക്ക് തോന്നുന്നു ഹിന്ദി പഠിക്കുന്ന CBSE സ്റ്റുഡൻസ് ആവട്ടെ, സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളാവട്ടെ, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ എല്ലാവർക്കും എഴുതേണ്ടി വരുന്ന റൈറ്റിംഗ് സെക്ഷൻ എല്ലാം കോമൺ തന്നെയാണ്. സൂചന, നോട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്, സൂചനാ ലേഖൻ, അതായത് നോട്ടീസ് റൈറ്റിംഗ് എങ്ങനെ നമുക്ക് എഴുതാം എന്ന് സിമ്പിളായിട്ട് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, സൂചനാ ലേഖൻ എന്ന് പറയുന്നത് കുട്ടികൾ മാക്സിമം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷേ അവർ എഴുതുമ്പം ഒരു വലിയൊരു പാരഗ്രാഫ് അങ്ങ് എഴുതി വയ്ക്കും. പക്ഷേ ഈ പാരഗ്രാഫ് എഴുതുമ്പോൾ എന്ത് പറ്റും? കോമൺലി എല്ലാവർക്കും ഗ്രാമർ മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്സ് ആണ് ഒരു പാരഗ്രാഫ് എഴുതി വെക്കുന്നതിലൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോമൺലി ആദ്യം തന്നെ നോട്ടീസ് റൈറ്റിങ്ങിൽ ഒരു കോളം വരയ്ക്കുക. ഒരു ബോക്സിൻ്റെ അകത്ത് വേണം എപ്പോഴും നമ്മൾ നോട്ടീസ് റൈറ്റിംഗ് എഴുതാൻ. ഒരു കോളം വരയ്ക്കുക വൃത്തിയായിട്ട്. നോട്ടീസ് റൈറ്റിങ്ങിന് ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ടോപ്പിൽ കോളം വരച്ചു, ഏറ്റവും ടോപ്പിൽ എന്തുണ്ടാവണം? ഈ നോട്ടീസ് ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഏതെങ്കിലും ഒരു ഓർഗനൈസർ, സ്കൂളാവാം, ഏതെങ്കിലും ഓഫീസേഴ്സ് ആവാം, ആരാണോ ഈ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അവരുടെ ആ ഒരു പേരാണ് ഏറ്റവും ടോപ്പിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ടോപ്പിക് എഴുതുക. ആരാണോ ഈ നോട്ടീസ്, ഇപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണെങ്കിൽ സ്കൂളിൻ്റെ പേര്, ഓഫീസിൻ്റെ പേര് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് എഴുതുക. നെക്സ്റ്റ്, അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾ എന്തെഴുതേണ്ടത്? ദിനാങ്ക് എന്ന് പറയുന്നത് ഡേറ്റ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ റൈറ്റ് സൈഡിൽ എഴുതുന്നത്, അത് തെറ്റായിട്ടുള്ള ഫോർമാറ്റാണ്. ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾ കോളം വരച്ച് ഓർഗനൈസിങ്ങിൻ്റെ പേര് എഴുതി ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് അല്ലെങ്കിൽ ദിനാങ്ക് എഴുതുക. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ഇതെന്താണ് നിങ്ങൾ എഴുതുന്നത്? സൂചനയാണ്, നോട്ടീസാണ്. അപ്പോൾ അവിടെ സൂചന എന്നെഴുതുക. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. മാക്സിമം എഴുതുന്നത് നല്ല വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ആ സൂചന എന്ന് എഴുതിയത് അണ്ടർലൈൻ ചെയ്യുക. അതിന് തൊട്ട് താഴെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ടൈറ്റിലാണ്, ശീർഷകമാണ്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ നോട്ടീസ് കൊടുക്കുന്നോ അതിൻ്റെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ ശീർഷകമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ആ ശീർഷകം എഴുതുമ്പം മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? ഒരു ലെങ്തി ആയിട്ടുള്ള ലൈൻ ഒരിക്കലും എഴുതാൻ പാടില്ല, അത് വളരെ തെറ്റാണ്. ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്കൊരു ടൈറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ടോ ആ ടൈറ്റിൽ വളരെ ഷോർട്ടായിട്ട് എഴുതാം. ഓക്കെ, മാക്സിമം കുറച്ച് വേർഡ്സിൽ ഒരു ചെറിയ ഹെഡിങ് എഴുതുക, ടൈറ്റിൽ എഴുതുക, ശീർഷകം എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെയാണ് നിങ്ങൾ ഈ പറയുന്ന സൂചന തുടങ്ങേണ്ടത്. ആപ്കോ സൂചിത് കിയാ ജാത്താ ഹൈ, അല്ലെങ്കിൽ സഭി വിദ്യാർത്ഥികൾക്കോ, സ്കൂളുകാരാണെങ്കിൽ സഭി വിദ്യാർത്ഥികൾക്കോ സൂചിത് കിയാ ജാത്താ ഹൈ കി എന്ന് എഴുതിയിട്ട് നിങ്ങളൊരു പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല. എന്താണോ അവിടെ സൂചന കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഓരോ ബുള്ളറ്റിംഗ് ആയിട്ട്, ഓരോ പോയിന്റ്സ് ആയിട്ട് താഴോട്ട് എഴുതുക. ഇന്ന പ്രോഗ്രാം ആണെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ ആ പ്രോഗ്രാം ഇന്ന ദിവസം, ഡേറ്റ്, പ്ലേസ്, അതായത് ദിനാങ്ക്, സ്ഥാൻ, പിന്നെ എന്തെങ്കിലും വിശേഷ സൂചന, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് പേര് കൊടുക്കാനുള്ളവരാണെങ്കിൽ ആ പേര് കൊടുക്കുന്ന ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഇന്ന ടീച്ചറിൻ്റെ അടുത്താണ്, അങ്ങനെയുള്ള എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റ്സ് കൃത്യമായിട്ട് പോയിൻറ്റ്സ് ഇട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് അതും ലെഫ്റ്റ് സൈഡിലാണ് ആരാണോ ഈ നോട്ടീസ് എഴുതുന്ന അവരുടെ പേര്, സിഗ്നേച്ചർ. ഇത്രയാണ് ഒരു നോട്ടീസ് റൈറ്റിങ്ങിൽ വരിക. എപ്പോഴും ആലോചിക്കുക, ഇതിങ്ങനെ ഞാൻ ബോക്സ് വരച്ച് എഴുതണമെന്ന് പറഞ്ഞു, പക്ഷേ ഈ ബോക്സ് വെച്ച് എഴുതുമ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് കട്ടയായിട്ട് ഇങ്ങനെ എഴുതാൻ പാടില്ല. എപ്പോഴും ഫോളോ ചെയ്യുക, എപ്പോഴും നീറ്റായിരിക്കണം നിങ്ങളുടെ പേപ്പർ എന്ന് പറയുന്നത്. ഒരുപാട് പേപ്പേഴ്സ് നോക്കുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരാളുടെ പേപ്പർ അല്ല നോക്കുന്നത്. അപ്പം ഒരു പേപ്പർ കാണുമ്പോൾ അതിലവിടെ നോട്ടീസാണ് എന്നുള്ളത് അവർക്ക് ആദ്യം മനസ്സിലാവണം. സോ നമ്മൾ ഓരോ ലൈനും സ്പേസ് ഇട്ട് വേണം എപ്പോഴും നിങ്ങൾ ആ ഒരു നോട്ടീസ് എഴുതുമ്പം ഫസ്റ്റ് ഓർഗനൈസറിൻ്റെ പേര് എഴുതി ലീവ് 1 ലൈൻ, ഇമ്പോർട്ടൻ്റ് ആണ്.
ലീവ് 1 ലൈൻ, ദെൻ റൈറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്താ എഴുതണ്ടേ? ഡേറ്റ് അല്ലെങ്കിൽ ദിനാങ്ക്. അതിനുശേഷം സെൻറ്ററായിട്ട് വേണം സൂചന എന്നെഴുതാൻ. അതിന് ഒരു ലൈൻ വിട്ടിട്ട് നടുക്കായിട്ട് വേണം സെൻറ്റർ പോയിന്റ് ആയിട്ട് എഴുതണം സൂചന. അതിന് തൊട്ട് താഴെ ശീർഷക്, ടൈറ്റിൽ, എന്താണോ ടൈറ്റിൽ അത് അണ്ടർലൈൻ ചെയ്ത് എഴുതുക. ദെൻ സഭിക്കോ സൂചിത് കിയാ ജാത്താ ഹൈ കി എന്നെഴുതി ആ പോയിന്റ്സ് എഴുതുക. ഏതൊക്കെ പോയിന്റ്സ് ആണോ സൂചനയിൽ എന്തൊക്കെയാണോ പറയുന്നത് ആ പോയിന്റ്സ് ആയിട്ട് 2, 3, 4 പോയിന്റ്സിൽ ജസ്റ്റ് എഴുതുക. ലാസ്റ്റ് ആരാണോ ഈ സൂചന തരുന്നത്, ആരാണോ ഈ നോട്ടീസ് എഴുതുന്നത് ആ ആളുടെ പേര് എഴുതുക. വെരി സിമ്പിൾ. 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. സൂചന ലേഖൻ റൈറ്റിംഗ് സെക്ഷനിൽ എപ്പോഴും നമ്മുടെ ഫോർമാറ്റിന് തന്നെയുണ്ട് ഒരു 2 മാർക്സ്. 5 മാർക്സിൽ 2 മാർക്സ് നിങ്ങളുടെ ആ പാറ്റേണിനാണ്. അപ്പോൾ ആ പാറ്റേൺ തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിക്കോളൂ, നിങ്ങൾക്ക് 2 മാർക്സ് ഉറപ്പാണ്. അതിനുശേഷമുള്ള കാര്യമാണ് നിങ്ങളുടെ കണ്ടൻറ് റൈറ്റിംഗ്. കണ്ടൻറ് റൈറ്റിംഗ് ഈ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയിന്റ്സ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിൽ ഷ്യൂർ യു വിൽ ഗെറ്റ് 5 മാർക്സ്, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനിയും റൈറ്റിംഗ് സെക്ഷനിലെ ഓരോന്നിൻ്റെയും പാറ്റേൺസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുവേണ്ടി ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യേണ്ടതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ.